നമ്മൾ ആ വിശ്വാസം അർപ്പിച്ചതിന് സവിൻ സാറോടും വിപിൻ ചേട്ടൻ്റെ അടുത്ത് എല്ലാം ഹാപ്പിയാണ്. താങ്ക് യു. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് ഫ്രണ്ട്സ് വിളിച്ചു. അങ്ങോട്ട് ചെയ്യാം. തള്ളത്ത് എല്ലാവരും തള്ളത്ത് സന്തോഷം. നിങ്ങൾ കണ്ടില്ലേ തിയേറ്ററിൽ നമ്മളെ സന്തോഷം. അതെ, ഇമോഷണലാണ്. ചിരിപ്പിക്കുക മാത്രമല്ല എല്ലാരും കഴിപ്പിച്ച്. അതെ അതെ, എല്ലാരും അങ്ങനെ പറയുന്നത്. നമുക്ക് സവിൻ ചേട്ടാ, അപ്പൊ എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? ഒത്തിരി സന്തോഷമുണ്ട്, അതേ ഉള്ളൂ. ആൾക്കാരെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരും കോമഡികൾ ഒരുപാട് ചെയ്തിട്ടുള്ള ആൾക്കാർ, പക്ഷെ ഇതിനകത്തോട്ട് വന്നപ്പോഴത്തേക്ക് അവർക്ക് എല്ലാ ഇമോഷൻസും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഇവരെല്ലാം നല്ല കഴിവുള്ള ആൾക്കാരാണ്. അപ്പൊ അതിന് കാരണം എന്തായിരുന്നു? ഇങ്ങനെ ഇവരെ കൊണ്ട് ഇത് ചെയ്യിക്കണമെന്ന് തോന്നിയൊരു കാരണം എന്തായിരുന്നു? അതെ, കഥ വന്നത് അങ്ങനെയായിരുന്നു. ഇവര് പിന്നെ നന്നായിട്ട് ചെയ്യുമായിരുന്നു, നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. ആശ്രപ്പം എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. നമ്മളെ പടം ഇറങ്ങി ഇപ്പൊ നല്ല അഭിപ്രായങ്ങൾ വരുന്ന ഈ ലെവലിൽ എൻട്രി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇങ്ങനത്തെ ഒരു എൻട്രി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, ഒരിക്കലും. കാരണം പൊതുവെ സോഷ്യൽ മീഡിയ താരങ്ങളെ കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടുതലും കോമഡിക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷെ ഇതിനകത്തോട്ട് വരുന്ന സമയത്ത് ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ വെച്ച് ചെയ്യിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് നിങ്ങളെ കൊണ്ട് അത്രയും പീക്കായിട്ട്. അപ്പൊ അത് എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ട് അതിനകത്ത്? അതായത് നമ്മൾ ആ വിശ്വാസം അർപ്പിച്ചതിന് സവിൻ സാറോടും വിപിൻ ചേട്ടൻ്റെ അടുത്ത് എല്ലായിടത്തും, ഈ വാഴയിലെ ടീമിൽ എല്ലായിടത്തും നന്ദി പറയാണ്. അതായത് നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാൻ പറ്റുമെന്ന ആ വിശ്വാസം കൊണ്ട് അവരോട് നന്ദി പറയും, വാഴ 2 ടീമിനോട്. സന്തോഷം. നിങ്ങളെ പോലെ നമ്മളും ഹാപ്പിയാണ്. പിന്നെ താങ്ക്സ് ടു സവിൻ സാർ ആൻഡ് വിപിൻ ചേട്ടൻ, പിന്നെ മൊത്തം ക്രൂ. നമ്മളുടെ ഇവരൊക്കെയാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ. അങ്കിത് ബ്രോ, ഇവരാണ് ഇതിന്റെ ലൈഫ്. ലൈലുവിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നു. നമ്മുടെ DOP ആണ് കേട്ടോ, ആളൊക്കെ ഇവരൊക്കെയാണ് ഇതിന്റെ റിയൽ ഹീറോസ്. എല്ലാരും അറിയട്ടെ. നേടാൻ പറ്റാത്തൊരു കാര്യം ഈ വാഴയിൽ നിങ്ങൾ നേടിയിട്ടുണ്ട്. അതായത് റിലീസിന് മുന്നേ ഒരു 1 crore കളക്ഷൻ കിട്ടി. അത് പ്രതീക്ഷയാണ് ആ 1 crore എന്താണ് ആ സന്തോഷം അറിയിക്കുകയും ചെയ്ത് നേരിട്ടിട്ട്. അപ്പൊ അത് ഭയങ്കര കാര്യം തോന്നില്ല റിലീസിന് മുന്നേ ഒരു താരങ്ങൾ. പിന്നെ തീർച്ചയായിട്ടും കാര്യം നമുക്ക് വേണ്ടി അത്രയും കാത്തിരിക്കുന്നു, നമ്മളെ അത്ര ഇഷ്ടപ്പെടുന്നു, നമ്മളൊരു സിനിമ വരുമ്പോൾ ഇത്രയും പിന്തുണ തരുന്നു. അതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് ബ്രോ. കാര്യം അവരത്രയും സ്നേഹിക്കുന്നതിൽ ഇതിപ്പോ വേറെ എന്ത് വേണം അല്ലേ? വാഴ 1 അഭിനയിച്ചിട്ടുണ്ടായിരുന്നു 4 പേര്. അഭിനയിക്കുമ്പോൾ തന്നെ ഇതേപോലെ ഒരു നെക്സ്റ്റ് പാർട്ട് ഉണ്ടെന്ന് അന്നേരം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ എപ്പോഴാണ് വാഴ 3യെ പറ്റി അറിയുന്നത്? വാഴ 3യോ? വാഴ 2നെ പറ്റി. വാഴ 1 ശേഷമാണ് അത് പറഞ്ഞത്. വാഴ 2നെ പറ്റി ഇങ്ങനെ ഉണ്ട്, അല്ല അതിന് മുന്നേ പ്ലാൻ ഇല്ലായിരുന്നു ഇപ്പോൾ. അതെ അജിൻ എന്തെങ്കിലും സംസാരിച്ചോ? അജിൻ ഭയങ്കര സന്തോഷമുണ്ട് ബ്രോ. ചോദിച്ചോ? അതിനിപ്പോ ട്രെയിലർ നോക്കണം. അതിന്റെ സ്പേസ് ട്രെയിലറിനകത്ത് ഭയങ്കര കുറവാണ്. ഇതിനകത്ത് വന്ന സമയത്ത് അതിന് ഭയങ്കര എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് സ്പേസ്. ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. ഈ ക്രൂവിനാണ് സത്യം പറഞ്ഞാൽ താങ്ക്സ് പറയേണ്ട. എല്ലാവരും അടിപൊളിയായിരുന്നു, അതുകൊണ്ടാണ് ആ സിനിമ അത്രയും നല്ല ആയത്. ഒരുപാട് സന്തോഷം. നമ്മള് ഒരുപാട് കാലമായിട്ട് കാത്തിരുന്നൊരു മൊമെന്റാണ്. നമ്മൾ അഭിനയിച്ചൊരു പടം ഇറങ്ങുന്നു, എല്ലാവരുടെയും കൂടെ ഇരുന്ന് കാണാൻ പറ്റുന്നു. നമ്മൾ ഇത്രയും തുടക്കക്കാരെ വെച്ചൊരു പടം കാണാൻ ഇത്രയും പേര് വരുന്നത്, നിങ്ങൾ ഇത്രയും പേര് വന്നില്ലേ, അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ വിജയം തോന്നുന്നു. എടുത്തു പറയേണ്ടത് വിപിൻ ചേട്ടൻ, സവിൻ സാർ, അതിൻ്റെ എൻ്റെ ക്രൂ. നമ്മളെപ്പോലെ പുതിയ ആൾക്കാരെ വിളിച്ച് നല്ല കുറേ സീനുകൾ എഴുതി ഒന്ന് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞ് നമുക്ക് സീനുകൾ തരുന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി. നമ്മളെല്ലാവരും കുഴപ്പമില്ലാണ്ട് ചെയ്തെന്ന് തോന്നുന്നു. എന്തായാലും സന്തോഷം ബ്രോ. എല്ലാവർക്കും നിങ്ങൾക്കും താങ്ക് യു. ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ വിശ്വസിച്ച് ഇതിലേക്ക് വിളിച്ച സവിൻ ചേട്ടനും വിപിൻ ചേട്ടനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കരഞ്ഞൊന്നുമില്ല, ഞങ്ങളെല്ലാം നല്ലൊരു അഭിനയിച്ചെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇങ്ങനെ ഒരു എൻട്രി കിട്ടുമെന്ന് മീൻസ് ഇങ്ങനത്തെ നല്ലൊരു എൻട്രി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒരു ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ക്യാരക്ടറാണ്. പടം കണ്ടപ്പോൾ മനസ്സിലാവും. ഏതായാലും വളരെ സന്തോഷം അങ്ങനെ ഒരു ക്യാരക്ടർ തന്നെ എനിക്ക് കിട്ടിയതിൽ സവിൻ്റെ അടുത്തും വിപിൻ ചേട്ടൻ്റെ അടുത്തും ഭയങ്കര താങ്ക്ഫുള്ളാണ്. അതായത് പടം വർക്കായതിലും ഭയങ്കര സന്തോഷം. എനിക്ക് പടം ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു.
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമുക്ക് അടുത്ത വിനായകന്റെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അങ്കിത് സന്തോഷം. ഈ സമയത്ത് പറയാറുള്ളത് ഒത്തിരി സന്തോഷം. ബിലിക്കുട്ടൻ ചേട്ടനോട്ട് അത്ര നല്ല സീൻസ് ആണ് കിട്ടിയിരുന്നത്. അപ്പോൾ എത്രത്തോളം ആ ഒരു എക്സ്പീരിയൻസ് ഉപയോഗിക്കുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബിസ്കുട്ടൻ ചേട്ടാ ഇപ്പോൾ എന്നെക്കാളും ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ പുള്ളിയിലൂടെ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. താങ്കൾ എപ്പോഴും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നല്ലേ ഇത്ര വീഡിയോ ചെയ്ത് തുടങ്ങുന്ന സമയത്തൊക്കെ ഇത്ര ഇല്ല ഇങ്ങനെ ഒരു പടം വരും? ഇല്ല ഒരിക്കലും ഇല്ല. ഇത്ര എക്സ്പ്ലോർ ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് ഇല്ല അങ്ങനെ പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ കിട്ടി. പേരൻസ് ഒക്കെ വിളിച്ചിരുന്നു? വിളിച്ചിരുന്നു. ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. അവരെല്ലാം പടം കണ്ടിരുന്നോ? ആ എന്തെങ്കിലും പറഞ്ഞു? പിന്നെ ഹാപ്പിയാണ് എല്ലാവരും. എന്താണ് പറയാനുള്ളത്? വാഴ 1 ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് മ്യൂസിക്കിന് വേണ്ടി ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ വാഴ 2 ആ ഒരു പ്രഷർ എന്ന് വെച്ചാൽ നമ്മൾ ആ പടം മ്യൂസിക്കിൽ എത്ര റിച്ച് ആവണമെന്നുണ്ടായിരുന്നു. സെയിം ഫോർമാറ്റാണ്. കുറേ പുതിയ പേരും കുറേ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത കുറേ ആൾക്കാരും അവർ തന്നെയാണ് പാട്ടുകളും ബാക്കി ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സൊക്കെ എല്ലാം ചെയ്തത്. ഞാൻ മ്യൂസിക് സൂപ്പർവിഷനാണ് ചെയ്തത് പടത്തിൽ. അപ്പോൾ മ്യൂസിക് അത്ര തന്നെ വാഴയ്ക്ക് വേണ്ടി ഇമ്പോർട്ടൻറ്റ് ആസ് എനി അതർ ഫിലിം അത്ര ഇമ്പോർട്ടൻറ്റ് തന്നെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു പാട്ടാണ് ഓഫ് ദ ഹോൾ ബിഗ് ഫിലിം. അപ്പോൾ ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ സന്തോഷമുണ്ട്. മ്യൂസിക്കാണ് ഈ പടം ലിഫ്റ്റ് ചെയ്താണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ നട്ടല് തന്നെ മ്യൂസിക്കാണ് മെയിൻലി. അത് എല്ലാ പടങ്ങളിലും മ്യൂസിക്കിന് അതിനായി ഒരു പ്രയോറിറ്റി, അതിൻ്റെ ഒരു വില ഉണ്ട്. പക്ഷേ അത്രേ ഉള്ളൂ. ഇറ്റ്സ് എ ടീം ഗെയിം ഓൾ ടുഗെദർ. അതിനൊരു പാർട്ടാണ് മ്യൂസിക്. ബാക്കി സിനിമാറ്റോഗ്രഫി, ആക്ടേഴ്സ്, ബാക്കി ടെക്നീഷ്യൻസ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, അവരെല്ലാവരും ഭയങ്കര അതിൻ്റെ വേറൊരു പാട്ടാണ്. ഞങ്ങൾ ആ ചെറിയ പാട്ടിന് നമ്മളുടെ രീതിയിൽ ഗിവിങ് ജസ്റ്റിസ് ടു ദാറ്റ് പാർട്ട്. അത്ര താങ്കളെ കീഴിൽ വർക്ക് ചെയ്ത കുറച്ച് മ്യൂസീഷ്യൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അവർക്ക് കൊടുത്തൊരു ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരോട് ഇതൊക്കെ ചെയ്തിട്ടാണ് പൊതുവെ ആളുകളൊക്കെ ലീഡിലേക്ക് വരുന്നത്. അപ്പം അധികം സിനിമ ചെയ്യാതെ തന്നെ ലീഡിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യണം അങ്ങനത്തെ ഒരു രീതിയിൽ അതാണ് ബ്രോ. നല്ലൊരു ടീം ഉള്ളതുകൊണ്ട് നമുക്കത് നടന്നു ബ്രോ. ഒരു ടീം ഉള്ളതുകൊണ്ട് അവരാ സപ്പോർട്ടും കാര്യം. ഓക്കെ, നിങ്ങളുടെ ട്രെൻഡിങ് ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ സിനിമയിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ഭയങ്കര കയ്യടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ്? അതായത് നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ ആ ഓഡിയൻസിനെ ചിരിപ്പിച്ച ഡയലോഗ് ഒരു തിയേറ്ററിൽ കേൾക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം വേറെയാണ്. അത് വ്യത്യാസം വേറെയാണ്. സന്തോഷമാണ് ബ്രോ. എല്ലാ അതിന് പറഞ്ഞുള്ള ഉത്തരവാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അതാണ് അങ്ങനെ ആയി പോണ ചോദ്യം. ബ്രോ അതും പ്രൊഡക്ഷനാണ് തീരുമാനം. നമുക്ക് അറിയില്ല. ഞാൻ ഒരു തീരുമാനിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തായാലും എല്ലാവരും അറിയിക്കില്ല. നിലവിൽ നിങ്ങൾക്ക് വേറെ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്? ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബ്രോ. ചർച്ചയൊക്കെ നടക്കും. കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ ബ്രോ? ഓക്കെ ആയിട്ടുള്ള ഏതെങ്കിലും പ്രൊജക്ട് നിലവിലുണ്ട്? ഇല്ല ബ്രോ, ഇല്ല. നിലവിൽ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് വരും, റീൽസ് കാര്യങ്ങൾ. ഓക്കെ, വരും ബ്രോ. ഓക്കെ ബൈ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, പിന്നെ നമ്മളങ്ങനെ വലുതായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ ചെയ്തപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു. എന്താ ബ്രോ കേട്ടില്ല? ഭയങ്കര രസമായിരുന്നു. എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പുതിയ കാര്യങ്ങൾ, പുതിയ അറിവുകളൊക്കെ കിട്ടി പടത്തെ അഭിനയിച്ചു. അതുപോലെ സിനിമയിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചിട്ട് ഇനി അത് കണ്ടന്റ് ക്രിയേഷനിൽ ചെയ്യണമെന്ന്? ഇല്ല ബ്രോ, അങ്ങനെയൊന്നുമില്ല. റീൽസ് ഒരു വേറെ മീറ്റർ അല്ല. നമുക്ക് സിനിമയ്ക്ക് അത് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റത്തില്ല. എന്തായാലും ഗൈസ്, നിങ്ങൾ പടം എല്ലാവരും കണ്ടില്ലേ? എങ്ങനെയുണ്ട്? നിങ്ങൾ അഭിപ്രായം പറയാം. ഞാൻ അങ്ങോട്ട് മൈക്കിക്കട്ടെ. നിങ്ങൾ പറ. താങ്ക് യു കാര്യം. അതെ, നിങ്ങളെ മുഖത്തതുണ്ട് നല്ല നല്ല ചോദ്യങ്ങൾ. താങ്ക് യു ഗൈസ്. ലവ് യു. ഓ, അത് ഭയങ്കര സന്തോഷമായി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പെട്ടെന്ന് കെട്ടിപ്പിടിക്കുമെന്ന് വിചാരിച്ചില്ല. നല്ല ഹാപ്പിയാണ്. അതെ, എൻ്റെ അടുത്തോട്ടാണ്. അത് നല്ല സന്തോഷമാണ്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ റീൽസ്? ഓക്കെ അല്ലേ ഗൈസ്?